ഡോക്ടർ ചക്രവർത്തി MD സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ സെക്ഷൽ ഫാന്റസികളെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു. അതിൽ പോൺ എന്ന് പറയുന്ന അശ്ലീല ദൃശ്യങ്ങൾ ചെലുത്തുന്ന ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചു. ഈ ഒരു സെഷനിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഈ ഫാന്റസികളിൽ നമ്മുടെ കേരളത്തിലടക്കം കണ്ടുവരുന്ന ഫാന്റസികളെ കുറിച്ച്, അതിൽ തന്നെ ഒരു ഫാന്റസി പിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫാന്റസിയുടെ പേര് കക്കോൾഡ് ഫാന്റസി എന്നാണ്. കക്കോൾഡ് ഫാന്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോൾ ആൾക്കാർ ശീലിക്കുന്നതും അത് നോർമലൈസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഫാന്റസിയാണ്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പല സ്ഥലങ്ങളിലും കക്കോൾഡ് ഫാന്റസി നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രേക്ഷകർക്കായിട്ട് എന്താണ് കക്കോൾഡ് ഫാന്റസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭർത്താവ് ആ ഭർത്താവിന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കുന്നതാണ് കക്കോൾഡ് ഫാന്റസി എന്ന് പറയുന്നത്. അവരുടെ ലൈംഗിക വീഴ്ച കണ്ട് സംതൃപ്തിപ്പെടുന്നതാണ്, ഈ ഭർത്താവ് സംതൃപ്തിപ്പെടുന്നതാണ് കക്കോൾഡ് ഫാന്റസി എന്ന് പറയുന്നത്. ആക്ച്വലി സാർ, ഈ ഫാന്റസിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അതിന്റെ നല്ല വശവും ദൂഷ്യമായിട്ടുള്ള വശങ്ങളും എല്ലാം സംസാരിച്ചു. ഈ കക്കോൾഡ് ഫാന്റസി എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ലൈംഗിക ഫാന്റസി തന്നെയാണോ, അല്ലെങ്കിൽ ഇതൊരു മാനസിക വൈകൃതമാണോ? സോ ഇതില് നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ സംസാരിച്ചതുപോലെ ഒരു കുക്കോൾഡ് ഫാന്റസി എന്ന് പറയുന്നത്, അതായത് ഫാന്റസി എന്ന് പറഞ്ഞാൽ ലൈംഗിക സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ കുക്കോൾഡ് എന്ന് പറയുമ്പോൾ തങ്ങളുടെ പങ്കാളി, അത് ഒരു പുരുഷനായിരിക്കാം സ്ത്രീ ആയിരിക്കാം, മറ്റൊരു വ്യക്തിയുമായിട്ട് അവർ ലൈംഗിക റൊമാൻറ്റിക് ഇതിലോ അല്ലെങ്കിൽ ലൈംഗിക പ്രവൃത്തിയിലോ ഏർപ്പെടുന്നത് ഫാന്റസൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ലൈംഗിക ഉത്തേജനം തേടുന്ന അല്ലെങ്കിൽ നേടുന്ന ഒരു രീതിയാണ് കൊക്കോൾഡ് ഫാന്റസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാന്റസി നമുക്ക് ഈ ഫാന്റസൈസ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് യാതൊരു അതിർവരമ്പോഴും ഇല്ല. എന്തിനെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് ഫാന്റസൈസ് ചെയ്യാം. അപ്പോൾ അതായത് സിമ്പിളായിട്ട് ഒന്ന് ധനേഷ് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ മുഖത്ത് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അത് എന്റെ മാത്രമാണ്. അത് എന്തിനെ കുറിച്ചും എന്തും ചിന്തിക്കും. പക്ഷെ നമ്മളിപ്പോ ഒരാളെ കൊല്ലണം എന്ന് ചിന്തിക്കുന്നു, അത് വേറൊരാൾക്കും ഇത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു ക്രിമിനൽ ഒഫൻസ് ആയി മാറും. അപ്പൊ അതേപോലെ ആ ചിന്ത എന്തുകൊണ്ടാണ് ചിലരിൽ ഉണ്ടാകുന്നത്? അതിന് പിന്നിൽ എന്തെങ്കിലും മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ടോ ഈ ചിന്ത ഉണ്ടാകുന്നതിനെ കുറിച്ച്? ഡെഫിനറ്റ്ലി. അപ്പൊ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പണ്ട് ഇത്രത്തോളം ഈ ഫാന്റസികൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഈ പോണോഗ്രാഫിയും അതുപോലുള്ള കണ്ടന്റ്സും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇതുപോലുള്ള ഡിസ്കഷൻസും ഈ വളരെ വളരെ അക്സസിബിൾ ആണ് എല്ലാവർക്കും. അപ്പൊ ആ അക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് എത്തുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ ഇതൊരു നോർമൽ അല്ലെങ്കിൽ പലരും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, പലരും ആലോചിക്കുന്ന കാര്യങ്ങളാണല്ലോ, നമുക്കും അത് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ ഒരു ഫാന്റസൈസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമില്ല. പക്ഷെ ആ ഫാന്റസി കുറച്ച് രൂപാന്തരം പ്രാപിച്ച് അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കണം എന്ന് വരുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തുക. അപ്പൊ ആ ഒരു രീതി ഒരു ഫാന്റസൈസ് ചെയ്യുന്ന പങ്കാളി മറ്റൊരു വ്യക്തിയുടെ ഒപ്പം ആ ഒരു ലൈംഗിക ബന്ധം കണ്ട് ആസ്വദിച്ച് ആ ഒരു ലൈംഗിക പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു സ്വയംഭോഗം ചെയ്യുന്ന ഒരു സാഹചര്യം. സോ ആ ഒരു സാഹചര്യം ഈ 3 പേരുടെയും കൺസെന്റോടുകൂടി സംഭവിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ, അതൊരു മുറിക്കകത്തുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ നമ്മുടെ മെഡിക്കൽ പരമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളില്ല. പക്ഷെ അതല്ലാതെ വരുമ്പോഴത്തേക്കുമാണ് പല പ്രശ്നങ്ങളിലേക്കും അത് എത്തിച്ചേരുന്നത്. അതല്ലാതെ വരുമ്പോഴുള്ള കാര്യം പ്രശ്നങ്ങളാണെന്ന് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഇന്ന് കേരളത്തിൽ കൂടി വരികയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു ഫാന്റസി ഉണ്ടെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അത് ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല എന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തു. കാരണം ഇത് മനസ്സിൽ സങ്കല്പിക്കാം, പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുന്ന വ്യക്തികൾ, ഇത് പുരുഷൻ
പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ സ്വന്തം പങ്കാളിയുടെ ഒരു സമ്മതം കൂടെ വേണം. എങ്ങനെയാണ് സ്വന്തം പങ്കാളിയോട് ഇവരിത് അവതരിപ്പിക്കുന്നത്? അത് ആ പങ്കാളിയിൽ ഒരു ആഘാതം ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യത ആ സമയത്തില്ല. എങ്ങനെയാണ് ഇത് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവര്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫാന്റസി ഇത് സ്ത്രീകളിലും ഇത് കാണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് പുറമെ സ്ത്രീകളിലും ഇത് കാണപ്പെടുന്നുണ്ടോ? അവരിത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ഇതെല്ലാം ഈ ഫാന്റസികളെല്ലാം ഈ പറഞ്ഞ പുരുഷന്മാരിലും ഉണ്ട്, സ്ത്രീകളിലും ഉണ്ട്. ഇപ്പൊ സ്ത്രീകളിലും പല പല പങ്കാളിയുടെ ഒപ്പം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഇഷ്ടംപോലെ ഉണ്ട്. ഇന്ന് നോക്കി കഴിഞ്ഞാൽ പുരുഷന്മാർ മാത്രം ഒരു ഫാന്റസീസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. ഇന്നത്തെ സ്ത്രീകളിൽ ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള പോണോഗ്രാഫി വളരെയധികം ആക്സസിബിൾ ആണ്. അവർക്കും ഇതുപോലുള്ള പല കണ്ടന്റ്സും അവർ കാണുകയും അവർക്കും അതുകൊണ്ട് അതിൽ കൂടെ ഒരു ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഇതില് ഇങ്ങനെയുള്ള ഈ കണ്ടന്റ്സ് കൂടുതലും നമ്മൾ ഇതിലോട്ട് കാണുകയും, കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിനേശ് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 30 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു പോണോഗ്രാഫിക് കണ്ടന്റ്സും ഇന്നത്തെ കണ്ടന്റ്സും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഒരു 30-40 ഇയേഴ്സ് ബാക്ക് ഉണ്ടായിരുന്ന ഒരു പോണോഗ്രാഫിയുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരുന്നു. ഒരു റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആ ഒരു കഥകൾ പോലെ ഉണ്ടായി ഒരു പോകുന്ന ഒരു കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പോണോഗ്രാഫി. ഇന്ന് അത് മാറി വളരെ ഒരു ഷോർട്ട് പോയിന്റ്, ആൾക്കാർക്ക് അത്രയും അതിനുള്ള ക്ഷമയില്ല. എല്ലാം വളരെ നോക്കി ആ ഒരു എന്താ പറയുക ഡ്രസ്സ് മാറിയതിന് ശേഷമുള്ള ആക്ടിവിറ്റിയിൽ മാത്രം, അതും വളരെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈംഗിക അവയവങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതിൽ മാത്രമാണ് ഇന്നത്തെ പോണോഗ്രാഫി ഫോക്കസ് ചെയ്തത്. അപ്പൊ ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാടും അതിനനുസരിച്ച് മാറിക്കൊണ്ട്, അപ്പൊ നമ്മുടെ ആ കാഴ്ചപ്പാട് ആ ഒരു രീതിയിലേക്ക് മാറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വരുന്ന കണ്ടന്റ്സ് ഇപ്പൊ ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൽ നമ്മൾക്ക് ആദ്യം കാണുന്ന കുറെ ഇതിപ്പോ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ 10 സെർച്ചിൽ ആരെങ്കിലും ഒരാളായിരിക്കും നമ്മൾ അതിൽ നോക്കുക. ഇപ്പൊ ഒരു ഡോക്ടറിനെ സെർച്ച് ചെയ്യുമ്പോൾ അതേപോലെ ഒരു പോണോഗ്രാഫിക് ഇതിൽ വരുമ്പോഴത്തേക്കും അതിൽ കാണുന്ന സജഷൻസിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് പേജിൽ കാണുന്ന കുറെ ഇതിലായിരിക്കും ആദ്യം നമ്മൾ ഏതെങ്കിലും ശ്രമിക്കാൻ. ഇപ്പൊ ഇങ്ങനെയുള്ള സജഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ വരുന്നത് ഇതുപോലുള്ള പല പ്രാവശ്യം കാണുകയും അതിലുള്ള നമ്മുടെ കുക്കീസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വരികയും അതിന്റെ ഭാഗമായിട്ട് വീണ്ടും ആ ഒരു സൈറ്റ് തുറക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള കണ്ടന്റ്സ് ആയിരിക്കും കൂടുതൽ. അല്ല, ഈ ഒരു കക്കോൾ ഫാന്റസി ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് ലൈംഗിക വൈവിധ്യത്തിന്റെ ഭാഗമാണെന്നാണ് ചില ആൾക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ പിന്നെ പറയുന്നത് ഇതിനൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് ലൈംഗിക വൈവിധ്യത്തിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഇത് ഡോക്ടറെ കാണേണ്ട ഒരു മാനസിക വൈകൃതമാണോ, രോഗമാണോ? അതെ, ഇത് തമ്മിൽ ഒരു നേരിയ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തില് ഫാന്റസൈസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാന്റസൈസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ അത് ആ ഫാന്റസൈസ് ചെയ്യുന്നത് മൂലം ആ വ്യക്തിയിൽ ഒരു മാനസികമായിട്ടുള്ള കുറ്റബോധം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതുമൂലം ഈ പറഞ്ഞ പോലെ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ട ആവശ്യമാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സെക്ഷൽ മെഡിസിൻ ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ ഹെൽപ്പ് തേടണം. പക്ഷെ അതല്ലാതെ ആ വ്യക്തി ഈ ഒരു നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് അതിലേക്ക് പ്രവൃത്തി ചെയ്താൽ മാത്രമേ അവർക്കതിൽ ഒരു സംതൃപ്തി എത്താൻ സാധിക്കുള്ളൂ. അതിൽ പങ്കാളി അതിന് താല്പര്യം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പങ്കാളി ഇതിനോട് ഒട്ടും ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ എത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു മാനസികമായിട്ടുള്ള പ്രശ്നമായി മാറും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി
ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ ഒരു ഡോക്ടറിന്റെയോ ഒരു സഹായം അനിവാര്യമാണ്. അപ്പൊ അവിടെ ഈ നേരത്തെ പറഞ്ഞ ആ ലൈൻ വളരെ നാരോ ആണ്. നമുക്ക് ഇതിന്റെ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വൈവിധ്യമായിരുന്ന നമ്മളെ ഫാന്റസികൾ, അതിന്റെ തൊട്ടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു വൈകൃതമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ മാറുന്ന രീതിയിലേക്ക് ആ ഒരു സാഹചര്യം പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ധനേഷ് നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം കൂടി വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു കൊക്കോൾഡ് മാത്രമല്ല, ഒരു വൈസ് സ്വാപ്പിങ്ങും അതുപോലുള്ള കേസുകൾ തിരുവനന്തപുരത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഈ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർക്കിടയിലും പിന്നെ ഈ ഉദ്യോഗസ്ഥർക്കിടയിലുമാണ് ഇത്തരത്തിലുള്ള വൈബ് സ്വാപ്പിംഗ് ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ പണ്ടത്തെ കാലത്തുള്ള ആ ക്രിമിനൽ കുറ്റങ്ങൾ ഇന്നത്തെ കാലത്ത് വരുമ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഒരു തലമുറ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, ഇന്ന് സാറിനറിയാം, അതായത് നമ്മളിപ്പോ ഇന്ന് പണ്ട് റിലേഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, ഇപ്പോ ബ്രെഡ് ക്രംപിംഗ് ഉണ്ട്, ഇപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോ എന്താണ്, ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് ഷിപ്പുകൾ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇങ്ങനെ ഈ ജെൻസി തലമുറയ്ക്കിടയിൽ ഇപ്പോ, അതായത് ഒരു കാമുകൻ മാത്രമല്ല, ബാക്കപ്പിന് വേറൊരു കാമുകനെ കൂടെ വെക്കാം എന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ ഒരു കാമുകി മാത്രമല്ല, ബാക്കപ്പിന് 5-6 കാമുകിമാരെ കൂടെ വെക്കാം എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഇപ്പൊ വളരെ നോർമൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോ ഇങ്ങനെയുള്ളൊരു വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോ സാറിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആക്ച്വലി ഈ കക്കോൾഡ് ഫാന്റസി പോലുള്ള ഫാന്റസികൾ അത് സമൂഹത്തിന് ദോഷമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അത് നടന്നു പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയാണ്? അല്ല, അത് നമ്മുടെ ഈ പ്രവൃത്തിയിൽ വരുമ്പോൾ, ഇപ്പൊ ധനേഷ് പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ നിയമങ്ങൾ ഇന്ന് കുറച്ചുകൂടെ കുറേയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ കൺസെന്റ് ആണ്. ഒന്ന്, ഏജ്. ആ കൺസെന്റ് കൊടുക്കാനുള്ള പ്രായമായിട്ടുണ്ടോ, ആ വാലിഡ് ആയിട്ടുള്ള കൺസെന്റ്, അതായത് സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റ് ഇതൊന്നും ഇല്ലാതെ ആ ഒരു കൺസെന്റ് ഈ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ പരീക്ഷിക്കുന്നതിന് ഒന്നും മോഡേൺ മെഡിസിൻ അനുസരിച്ച് നമ്മൾ ഇതുവരെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ നിയമപരമായിട്ട് ഇതൊരു മറ്റൊരു വ്യക്തി ഇങ്ങനെ ഒരു പ്രശ്നം അറിയുകയാണ്, അത് ഒരു നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിയമ നടപടിയിലേക്ക്. അപ്പൊ വ്യക്തികൾക്ക് എല്ലാം കൺസെന്റ് ഉണ്ടെങ്കിൽ ഈ ഫാന്റസികളൊന്നും ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം? മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ വ്യക്തികളിൽ ഒരു വലിയ മേജർ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ മറ്റൊരു വ്യക്തിയായ നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ഒരു ഇടപെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ലീഗൽ പെർസ്പെക്റ്റീവ്. അപ്പൊ അല്ലാതെ അത് ഈ പറഞ്ഞ പോലെ അവര് അതിൽ പങ്കാളികളാകുന്ന വ്യക്തികളുടെ അവരുടെ സന്തോഷമാണ് അൾട്ടിമേറ്റ്ലി അവരുടെ സന്തോഷത്തിൽ അവരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ മോഡേൺ മെഡിസിൻ അനുസരിച്ച്, ഞാൻ ഒരു ശാസ്ത്രീയമായിട്ടുള്ള മോഡേൺ മെഡിസിന്റെ ഒരു കാഴ്ചപ്പാടിലാണ് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അതിലേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷെ ആ ഒരു ശാരീരികമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മാനസികമായിട്ടോ ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത് അനിവാര്യം തന്നെയാണ്.